ബോസ് എന്നുള്ള ഷോയിലേക്ക് ഒരു മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഫിസിക്കലി മെന്റലി അവരെ ഒരുപാട് ടെസ്റ്റുകൾ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് എന്നാണ് അവിടെ പറയപ്പെടുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ നോറയെ പോലുള്ള മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് എന്നതാണ് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. എന്ത് പറഞ്ഞാലും കരച്ചിൽ നാടകം, എന്ത് പറഞ്ഞാലും കരച്ചിൽ. ആരെങ്കിലും നോമിനേറ്റ് ചെയ്താൽ കരച്ചിൽ, ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ കരച്ചിൽ, ആരെങ്കിലും ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കരച്ചിൽ, ഇനിയിപ്പോൾ ആരെങ്കിലും നോക്കിയില്ലെങ്കിൽ കരച്ചിൽ, എന്തിനും കരച്ചിൽ തന്നെ കരച്ചിൽ. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വലിയ ഇറിറ്റേഷനാണ് തോന്നുന്നത്. അവിടെ എത്തേണ്ടത് നല്ല സ്ട്രോങ് മത്സരാർത്ഥികളാണ്. ഇപ്പം ഏതൊരു സന്ദർഭത്തിലും നമുക്ക് അത്രയും മാനസിക ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് ഒരു മത്സരാർത്ഥി കരയുന്നത് നമുക്കിപ്പോൾ തെറ്റായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇത് കരയാൻ വേണ്ടി മാത്രം ബിഗ് ബോസിലേക്ക് വന്നത് എന്നാണ് എൻ്റെ ഒരു ചോദ്യമുള്ളത്. അല്ലാതെ നോറ എന്ന മത്സരാർത്ഥിക്ക് നല്ല പൊട്ടൻഷ്യലൊക്കെ ഉണ്ട്, നന്നായിട്ട് പറഞ്ഞു നിൽക്കാനും ജയിക്കാനും ഗെയിം കളിക്കാനും അറിയാം, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. ഈ ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം ചിലപ്പോൾ ഈ കരച്ചിൽ നാടകം നടത്തുന്നത്. പക്ഷെ കാണുന്ന പ്രേക്ഷകർക്ക് അത്രയും ഇറിറ്റേഷൻ ഉണ്ടാകുന്നു. ദിവസം ഒരു 3-4 തവണ ഈ നോറയുടെ കരച്ചിൽ മാത്രം കാണേണ്ട അവസ്ഥയാണുള്ളത്. ഇന്നിപ്പോൾ ബിഗ് ബോസിനോട് എനിക്ക് പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ പൊന്നു ബിഗ് ബോസ് ഒന്ന് ഇറക്കി വിട്ടുകൂടായിരുന്നോ? നോറ സ്ട്രോങ് മത്സരാർത്ഥി ആയതുകൊണ്ടാണ് നോറയ്ക്ക് ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്ന് പറഞ്ഞതോടുകൂടി നോറ ഫ്ലാറ്റായി. നോറ ഓക്കെ. അപ്പോൾ ബിഗ് ബോസ് ഇതുപോലെ മനസ്സിന് കാഠിന്യമില്ലാത്ത അല്ലെങ്കിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആൾക്കാരെ ഒന്നും ബിഗ് ബോസിലേക്ക് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യകതയുമില്ല. എത്രയോ നല്ല മത്സരാർത്ഥികൾ പുറത്ത് നിൽക്കുമ്പോഴാണ് ഈ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരെ കൊണ്ടുവന്നിട്ടിട്ട് ബിഗ് ബോസ് സീസൺ 6 ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കണ്ടന്റും ഇല്ലാതെ, നല്ലൊരു മത്സരാർത്ഥി ഇല്ലാതെ ബിഗ് ബോസ് സീസൺ 6 ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ മുൻ സീസണുകളിലെല്ലാം തന്നെ ഒരു മാസം എത്തുന്ന സമയത്ത് എന്തായാലും നല്ല കുറച്ച് കണ്ടസ്റ്റന്റിനെ ആളുകൾ സെലക്ട് ചെയ്യുകയും അവർക്ക് വേണ്ടി മത്സരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണ്ടി മത്സരിക്കണം, ആരും തന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല. പിന്നെ ആകെ ഒരു കണക്ഷൻ വന്നിട്ടുള്ളത് ജിൻഡോ എന്ന മത്സരാർത്ഥിയുമായിട്ട് മാത്രമാണ്. ജിൻഡോ എന്ന് പറയുന്ന ഈ മത്സരാർത്ഥി ആകട്ടെ അവിടെ നിൽക്കുന്നത് ഒരു നുണയുടെ ചീട്ടകൊട്ടാരം പണിതുകൊണ്ടാണ്. അങ്ങനെയാണ് അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അയാളുടെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം. അയാൾ അങ്ങനെയാണ് അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ കളിക്കുന്നത് ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും. ആ 2 കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാളെ എന്തായാലും മുന്നോട്ട് ഇനി അങ്ങ് കയറി വരാനുള്ള ചാൻസ് ഒന്നും ഒട്ടും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് വൈൽഡ് കാർഡാണ്. ആ വൈൽഡ് കാർഡും തീർന്നാൽ അതിലും കാര്യമില്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസൺ 6 നമുക്കൊരു 50 ദിവസം ആവുന്നതോടുകൂടി പൂട്ടി കെട്ടുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്.